അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. വിശുദ്ധ ഇസ്ലാം അതെപ്പോഴും നമുക്ക് വലിയ സംരക്ഷണം നൽകുന്ന ഒരു മതമാണ്. ഏതൊരവസരത്തിലും അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള കാവൽ നമുക്ക് ലഭിക്കാൻ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകം നിർദ്ദേശങ്ങൾ നമുക്ക് നൽകാറുണ്ട്. അതിൽപ്പെട്ട ഒരു നിർദ്ദേശമാണ് നാം വീട്ടിൽ നിന്ന് നമ്മുടെ ജോലി ആവശ്യത്തോ അതല്ലെങ്കിൽ വലിയ യാത്രകൾക്കോ മറ്റേത് ആവശ്യത്തിനു വേണ്ടിയാണെങ്കിലും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം നിർവഹിച്ച് ദുആ നടത്തിയിട്ട് വേണം നാം വീട്ടിൽ നിന്ന് ഇറങ്ങാൻ. നമ്മുടെ യാത്രയിലുണ്ടായേക്കാവുന്ന എല്ലാ തടസ്സങ്ങളും എല്ലാ പ്രതിസന്ധികളും നീങ്ങിക്കിട്ടാൻ ആ 2 റക്അത്ത് നിസ്കാരം കാരണമായി തീരുമെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോഴും അതുപോലെ 2 റക്അത്ത് നിസ്കാരം നിർവഹിക്കുമ്പോൾ അത് കാരണം വീട്ടിലുണ്ടാകുന്ന എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും എല്ലാവിധ ബുദ്ധിമുട്ടുകളും അത് കാരണം നീങ്ങിപ്പോകുമെന്നും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതായി ഹദീസുകൾ കാണാൻ കഴിയും. ഇമാം ബസ്സാർ, ഇമാം ബൈഹഖി തുടങ്ങിയ മുഹദ്ദിസുകൾ ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇദാ ഖറജത മിൻ മൻസിലിക ഫസല്ലി റകഅതൈനി യംനആനിക മിൻ മഖറജി സൂഅ്. നീ നിൻ്റെ വീട്ടിൽ നിന്നും ഇറങ്ങിയാൽ ഏതൊരാവശ്യത്തിനു വേണ്ടിയാട്ടാവട്ടെ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ ഇറങ്ങുന്നതിന് മുമ്പായി 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം നിർവഹിച്ചുകൊണ്ടായിരിക്കണം നിൻ്റെ വീട്ടിൽ നിന്ന് നീ ഇറങ്ങാൻ. അങ്ങനെ നീ നിസ്കാരം നിർവഹിച്ചുകൊണ്ടിറങ്ങിയാൽ യംനആനിക മിൻ മദ്ഖലി സൂഅ്, നീ എവിടേക്കാണോ പോകുന്നതെങ്കിൽ അവിടത്തുള്ള എല്ലാ വിഷമങ്ങളും എല്ലാ പ്രയാസങ്ങളും എല്ലാ പ്രതിസന്ധികളും എല്ലാ ബുദ്ധിമുട്ടുകളും അത് കാരണം നീക്കപ്പെടുമെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അവിടെ നിന്ന് വീണ്ടും പറഞ്ഞു, വൈദാ ദഖൽത ഇലാ മൻസിലിക ഫസല്ലി റകഅതൈനി യംനആനിക മിൻ മദ്ഖലി സൂഅ്. അതേ, നീ നിൻ്റെ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ നിൻ്റെ യാത്ര കഴിഞ്ഞ് മറ്റാവശ്യങ്ങൾ കഴിഞ്ഞ് വീട്ടിലേക്ക് പ്രവേശിക്കുന്നൊരു വ്യക്തി അവൻ 2 റക്അത്ത് നിസ്കാരം നിർവഹിക്കണം. വീട്ടിൽ നിന്ന് 2 റക്അത്ത് നിസ്കാരം നിർവഹിച്ചുകൊണ്ടാണ് ആ വീട്ടിലേക്ക് അവൻ കയറി ചെന്നതെങ്കിൽ അത് കാരണം വീട്ടിലുണ്ടായേക്കാവുന്ന എല്ലാ തടസ്സങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ടെൻഷനുകളും ദുഃഖങ്ങളെല്ലാം ആ നിസ്കാരത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു തആല അവനും തട്ടി മാറ്റുമെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ രാവിലെ നാം നമ്മുടെ വീട്ടിൽ നിന്ന് ജോലി ആവശ്യാർത്ഥമോ മറ്റൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പായി 2 റക്അത്ത് നിസ്കാരം അത് ദുഹാ നിസ്കാരമായാലും അതുകൊണ്ട് ഈ പറയപ്പെട്ട പ്രതിഫലം ലഭിക്കും. ഈ പറയപ്പെട്ട പുണ്യങ്ങൾ അദ്ദേഹത്തിന് കരസ്ഥമാകും. ആ നിസ്കാരം നിർവഹിച്ചുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുക, ജോലിയെല്ലാം കഴിഞ്ഞ് തൻ്റെ വീട്ടിലേക്ക് കയറിപ്പോരുമ്പോഴും ഇതുപോലെ 2 റക്അത്ത് നിസ്കാരം നിർവഹിച്ചുകൊണ്ടാണ് വീട്ടിലേക്ക് കയറി ചെല്ലുന്നതെങ്കിൽ എല്ലാ നിലക്കുള്ള ഐശ്വര്യവും സന്തോഷവും ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിയുമെന്ന് ഇത്തരം ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അർഹമുർ റഹീമായ റബ്ബിൻ്റെ മഹദ് ഫള് കൊണ്ട് എല്ലാ നിലക്കും ഐശ്വര്യപൂർണ്ണമായ ജീവിതം അല്ലാഹു നമുക്കൊക്കെ നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.